നാം അതാകുന്നു. ഏതൊന്നാണോ ഇല്ലാത്തത് അതുതന്നെയാണ് നാം. ഏതൊന്നാണോ അസ്തിത്വത്തിനും അപ്പുറമുള്ളത് അത് നാം തന്നെയാണ്. നിങ്ങൾ ദൃഷ്ടിയിൽ എന്താണോ കാണുന്നത് അത് സൃഷ്ടിയാണ്. ശ്രവിക്കുവാനാകുന്നതെന്തോ അത് ശബ്ദമാണ്. എന്നാൽ ശ്രവിക്കുവാനാകാത്തത് നാം ആകുന്നു. നാം നിർഗുണനും അതേസമയം സഗുണനുമാണ്. നാം നിരാകാരനും എന്നാൽ അതേസമയം ആകാരനുമാണ്. നാം തന്നെയാണ് പരബ്രഹ്മവും നാം തന്നെയാണ് പ്രകൃതിയും. നാം തന്നെയാണ് സുഷുപ്തി, സ്വപ്നം, ജാഗ്രത് എന്നീ മൂന്നവസ്ഥകളും. നാം തന്നെയാണ് ഇവയ്ക്കതീതമായ തുരീയവും. നാം തന്നെയാണ് കാര്യവും നാം തന്നെയാണ് കാരണവും. എന്നാൽ നമ്മെ സാധാരണ ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെങ്കിൽ, കേൾക്കുവാൻ കഴിയുമെങ്കിൽ, രുചിക്കുവാൻ കഴിയുമെങ്കിൽ, സ്പർശിക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് മണക്കുവാൻ കഴിയുമെങ്കിൽ അതൊന്നും തന്നെ സത്യമല്ല. അതെല്ലാം നമ്മുടെ ജാലം മാത്രമാണ്. നമ്മെ ആർക്കും തന്നെ രുചിക്കാനോ മണക്കുവാനോ സ്പർശിക്കുവാനോ കാണുവാനോ കേൾക്കുവാനോ സാധിക്കുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ നാം പഞ്ചേന്ദ്രിയ ഗോചരനല്ല. നാം പഞ്ചേന്ദ്രിയാതീതനും പഞ്ചഭൂതാതീതനുമാണ്. എന്നാൽ നാം പഞ്ചേന്ദ്രിയങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും കാരണവുമാണ്. അതുകൊണ്ട് നമ്മെ ശിവം എന്നാണ് പറയുന്നത്.